ആദ്യമായിട്ടാണ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇന്റർവ്യൂ ഇരിക്കണം. മൈക്ക് വെച്ചോ, തുടങ്ങാം. അതെ ഇവിടെ ഹലോ ഹായ്, ദ റിവ്യൂ റസൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നിരവധി ഓൾമോസ്റ്റ് 100K അടുപ്പിച്ച് ഫോളോവേഴ്സ് ഉള്ള ഒരു മോഡലാണ്. മോഡൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പേര് പറഞ്ഞാൽ അറിയില്ല, 2 അക്ഷരം കൊണ്ട് ഒരുപാട് പേരുടെ മനം കവർന്ന നമ്മുടെ സ്വന്തം ഡി കെ ക്ലാസിക് ക്യൂൻ എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ID. അപ്പൊ നമുക്ക് എന്തായാലും പരിചയപ്പെടാം. ഡി കെ ക്ലാസിക് ക്യൂൻ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ഹായ് ഡി കെ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. അപ്പോ നമ്മുടെ ഓഡിയൻസിന് ചിലപ്പോൾ അറിഞ്ഞൂടാത്ത ചില ആൾക്കാർ കാണും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഹായ്, എൻ്റെ പേര് DK എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. മോഡലാണ്, ചെറുതായിട്ട് ആക്ട് ഒക്കെ ചെയ്യുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത്? ഞാനിപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്തു. ഇന്നലെ അതിന്റെ ഡബിങ് ഒക്കെ കഴിഞ്ഞിട്ട് റിലീസിന് വേണ്ടിയിട്ടിരിക്കും. എന്താണ് അതിന്റെ ജോണർ? അതൊരു ഹൊററാണ്. ഹൊറർ. നമ്മുടെ ഭാർഗവി നിലയം, ലിസ, ആകാശഗംഗ, പുതുമഴയാ അതൊന്നുമല്ല. അല്ല, എന്നാണ് നമ്മളെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പ്രേതത്തിന്റെ ഇത് വെബ് സീരീസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ പഴയ ഒരു യക്ഷിച്ചിരി ഇതൊന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട്. എന്തെങ്കിലും ആവും. ഇല്ല, ഒരു തവണ കാണാനുള്ള ഒരു കൊത്തി കൊണ്ട് യക്ഷിച്ചിരി ഒന്ന് ഒരു തവണ ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞ് പിന്നെ ഡി കെയുടെ പൊതുവെ ഇപ്പൊ ഫാൻസിലുള്ള ഒരു ലൈവില് ലൈവിൽ വരുമ്പോ ഞാനും ഡി കെയുടെ ലൈവിൽ കയറാറുണ്ട്. അല്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രം കയറാറുണ്ട്. അപ്പൊ അതില് ഡി കെയുടെ ഒരു പേഴ്സണൽ വിവരം ആർക്കും അറിയില്ല. ഡി കെ എന്ത് ചെയ്യുന്നു, ഡി കെയുടെ കൂടെ ആരൊക്കെ ഉണ്ട്, ഡി കെ എവിടെയാണ് താമസം, ഡി കെയുടെ ഒരു കാര്യം ആർക്കും അറിയില്ല. ഇത് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ വെച്ചിരിക്കുന്ന ഒരു റീസൺ എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ഞാൻ ആരോടും ഒന്നും പറയാറില്ല. ഓക്കെ. ഇപ്പൊ ഡി കെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഒരു മോഡലായിട്ട് ഇപ്പം സജീവമായിട്ടുണ്ട്. ഇപ്പൊ മോഡൽ രംഗത്ത് വരാതിരുന്നിരുന്നുവെങ്കിൽ ഇപ്പൊ ഡി കെ എവിടെ ആരായിട്ടിരിക്കുമായിരുന്നു? ആക്ച്വലി എന്റെ ഫീൽഡ് വെച്ചിട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ലാബ് ടെക്നീഷ്യൻ ആണ്. ഇങ്ങനെ മോഡേണായിട്ട് നമ്മുടെ ജോണി സിൻ അറിയോ? ജോണി സിൻ പിന്നെ ഭയങ്കര ഫേമസ് ഡോക്ടറാണ്, പ്ലംബറാണ്. അപ്പൊ അവിടത്തെ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് പോവാ, ഒരു വേക്കൻസി കിട്ടിയ ഡി കെ പോവോ? ഉറപ്പായിട്ടും പോകും. പൊതുവെ ഡി കെ ലൈവിൽ വരുമ്പോ എല്ലാരും കൂട്ടത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ടാറ്റു. ഡി കെ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ഇതുപോലത്തെ മോഡേൺ ഡ്രസ്സാണ് ഇട്ടിട്ട് പോവാറ്? എനിക്ക് കംഫർട്ട് ആയിരുന്നെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോകും. അല്ല, ഇങ്ങനെ പുറത്തോട്ട് പോകുമ്പോഴേ ഇപ്പൊ നമ്മുടെ ആൾക്കാരറിയാലോ, നമ്മുടെ നാട്ടില് പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇപ്പം സ്വാഭാവികമായിട്ടും കൈയില്ലാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെ പോലും ഇങ്ങനെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഡി കെ പോലെ ഒരു മോഡൽ പുറത്തോട്ടൊക്കെ പോകുമ്പോ ഈ ആൾക്കാരുടെ ഒരു സമീപനം ഏതൊക്കെ രീതിയിൽ നിന്ന് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്? ഇപ്പൊ പയ്യന്മാരുണ്ട്, ഇപ്പം അങ്കിൾസ് ഉണ്ട്, അപ്പൂപ്പൻസ് ഉണ്ട്. ഇപ്പൊ ഇവരുടെയൊക്കെ രീതി ഒരു സൈഡിൽ നിന്നുള്ളൊരു സമീപനം ഭയങ്കര ഡിഫറന്റ് ആയിരിക്കും. അപ്പൊ ഇതിനെപ്പറ്റി ഡി കെക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ്. എനിക്കൊന്നു പയ്യന്മാരെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പൊതുവെ നമ്മളൊക്കെ വളരെ നീറ്റ് ആണ് ആൻഡ് ഡീസന്റ് ആണ്, ബിക്കോസ് വി ആർ എഡ്യൂക്കേറ്റഡ്. കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ നോക്കി നിൽക്കാറുള്ളത്. അല്ല, അവര് ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കണാണോ, അയ്യോ ഇത് ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, ആ രീതിക്ക് ആ നോട്ടത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത് പൊതുവെ ഇവര് നോക്കുമ്പോ? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിൽക്കുവാണെങ്കിൽ ഓക്കെ, അങ്ങനെയല്ല അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അല്ലേ? ആരോടെങ്കിലും ഇപ്പൊ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോഴോ ഇപ്പൊ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോഴോ ആൾക്കൂട്ടത്തിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും മോശമായിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇത് കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നടക്കുന്ന ആൾക്കാർ ഇനി അങ്ങനെ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കിതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാ പൊതുവെ നമ്മൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല. മലയാളികൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, സാക്ഷരതാ കേരളം. എന്നാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പെണ്ണിന്റെ പിറകെ ഒരു ആണ് നടക്കും, ആണിന്റെ പിറകെ ഒരു പെണ്ണ് നടക്കും. പക്ഷെ ഇപ്പോ ഞാനും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളാണ്, എനിക്ക് അത്ര ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ പോലും
എനിക്ക് പെൺകുട്ടികളെക്കാളും ആണുങ്ങളുടെ മെസ്സേജ് ആണ് കൂടുതൽ വരേണ്ടത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഡി കെയുടെ പേഴ്സണൽ അക്കൗണ്ടില് ആണുങ്ങളുടെ മെസ്സേജ് ആണോ കൂടുതൽ വരുന്നത്, പെൺകുട്ടികളുടെ മെസ്സേജ് ആണോ കൂടുതൽ വരുന്നത്? രണ്ടും വരാറുണ്ട്. ആ, താരതമ്യേന പെൺകുട്ടികൾ ഇപ്പൊ പ്രപ്പോസ് ചെയ്യാറുണ്ടോ? യെസ്, ഒരുപാട്. ഇതാണ് ഞാൻ പറയണത്, കാലം മാറി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആണുങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ ഒരു ഫ്രണ്ട്ഷിപ്പിലുപരി ഇപ്പൊ ആ ഒരു കാലഘട്ടം മാറി വരുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പോൾ ഇപ്പോൾ DK പോലുള്ള ഒരു പ്രൊഫഷണൽ അക്കൗണ്ട്, ഒരു മോഡലിന് ഇതുപോലെ പെൺകുട്ടികൾ വേറൊരു രീതിയിൽ മെസ്സേജ് അയക്കാറുണ്ടോ ഇപ്പോൾ? ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ അവരൊന്നും മോശപ്പെട്ട രീതിയിലൊന്നും അല്ല. അവര് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കാണണം, സംസാരിക്കണം, ഭയങ്കര കെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർ ചിലപ്പോൾ എന്നെ കാണാൻ വരാറുണ്ട്, ഗിഫ്റ്റ് കൊണ്ടുവരാറുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണ്. നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം, പുറത്തു പോകണം, ഫുഡ് കഴിക്കണം, അങ്ങനെ ഒരു മൈൻഡിൽ വരുന്ന ആൾക്കാരാണ് എല്ലാവരും. അല്ലാതെ ഡേറ്റിങ്ങിന് ആരെങ്കിലും ഇതുപോലെ ഡേറ്റിങ്ങിന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പെൺകുട്ടികള് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ ഒന്ന് ചോദിക്കാറുണ്ട്, കാണാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അല്ല, നമ്മളൊന്നും മെസ്സേജ് അയച്ചിട്ട് ആരും റിപ്ലൈ ഇടാത്തത് സമയമില്ല. സമയമില്ല. ആ, ഇപ്പോ ആൺകുട്ടികള് ഇപ്പൊ പ്രപ്പോസിങ് ആ ഒരു രീതിയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പൊ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ഞാൻ സീൻ ചെയ്യുന്ന മെസ്സേജിന് എല്ലാം റിപ്ലൈ. എനിക്കിപ്പോ ഫോൺ എടുത്ത് കാണിക്കണം, ഞാൻ കഴിഞ്ഞ മാസം അയച്ച മെസ്സേജ് ഇതുവരെ സീൻ ചെയ്തിട്ടില്ല, എനിക്ക് റിപ്ലൈയും തന്നിട്ടില്ല. ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ സമയം കിട്ടുമ്പോഴാണ് നോക്കാറ്, റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മള് സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പൊ അത്യാവശ്യം ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ് DK. ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ മെസ്സേജ് അയക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ടോ ഈ ഒരു മോഡലിംഗ് ഫീൽഡിലൊക്കെ? ഒരുപാട് പേരുണ്ട്. മോഡലിംഗ് ഫീൽഡിൽ ഇപ്പൊ ഇടയ്ക്ക് റാമ്പ് വാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് റാമ്പ് വാക്കായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുട്ടൻ ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ കയ്യില്? ഇല്ല, കുട്ടൻ പഴയ ഏതെങ്കിലും ഫോട്ടോ? സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും ഡബ് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഈ സൗണ്ട് ഡബ് ചെയ്യാൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ലൈവില് ഞാൻ DKയുടെ പല ലൈവില് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പൊ പലരും പല 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 ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യം ചോദിക്കുന്നവരുടെ എപ്പോഴും ചിലപ്പോൾ ലൈവില് മറുപടി പറയാൻ പറ്റില്ല. അങ്ങനെ DKക്ക് ആ ലൈവില് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. എല്ലാ ആൾക്കാരും കയറുന്ന എന്തിനാന്ന് വെച്ചാൽ ടാറ്റു കാണാണ്ട്. അപ്പൊ ടാറ്റു ഇപ്പൊ ഈ വീഡിയോ കൂടെ ടാറ്റു കാണിക്കാൻ പോവാണോ? കാണിക്കട്ടെ. ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നീ അത് കാണാനായിരിക്കില്ലേ കയറിയിട്ടുണ്ടാവുക? ഞാൻ ലൈവ് പൊതുവെ ഞാൻ ആരുടെ ലൈവ് ഉണ്ടെങ്കിലും ഞാൻ ചെന്ന് കയറാറുണ്ട്. ഒരുപാട് പേര് ടാറ്റു കാണിക്കാൻ വരാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സൈസ് ചോദിക്കാറുണ്ട്. അതിന് മറുപടി കൊടുക്കാറുണ്ടോ? അതങ്ങോട്ട് തീർക്കാല്ലേ? അത് ഈ വീഡിയോയില് ആ സൈസ് ഇനി DKയുടെ ലൈവിൽ ഒന്ന് സൈസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കൺഫ്യൂഷൻ ഈ ഒരു വീഡിയോയിൽ തീർക്കാൻ പോവുകയാണ്. ഇനി ആരും വന്ന് ചോദിക്കരുത്. എനിക്കിത് കേട്ടോ, ഞാന് മൈൻഡില് 36 ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കും. ഇല്ല, നമുക്ക് ജസ്റ്റ് ഒരാളെ കാണുമ്പോ അറിയാലോ. റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണല്ലേ? എല്ലാം ഇഷ്ടമാണ്, എല്ലാ കളറും ഇഷ്ടമാണ്. എല്ലാവരും റെഡ് ആയതുകൊണ്ട് ചോദിച്ചതാ. അതെങ്ങനെയാണ് മൈക്ക് വെച്ചപ്പോ. ഇനി DKക്ക് ഒരു ചോദ്യം, ഇത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് വാങ്ങിയിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. ആക്ച്വലി ഇപ്പൊ DKക്ക് എത്ര വയസ്സായെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പൊ ഞാനിപ്പോ ചോദിക്കാണ്, DKക്ക് ആക്ച്വലി എത്ര വയസ്സായി? ഇത് തലയിലടിച്ചാ നീ ചത്തുപോകും. പെൺകുട്ടികളോട് വയസ്സ് ചോദിക്കാൻ പാടില്ല? എന്നാ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് ചിലപ്പോ താഴെ വീണ പൊട്ടും. DKക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ? ട്രാവലിംഗ് ഇഷ്ടമാണ്, എന്നാലും ഫേവറേറ്റ് സ്പോട്ട് ഏതാണ്? കാരണം ഞാൻ പല സ്ഥലത്തും ചെന്നിപ്പോ ഒരുപാട് സ്ഥലത്ത് DK മിക്ക ടൈമിൽ ഞാൻ കാണുമ്പോൾ കടൽ തീരത്തായിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും, ഇനി കടലാണോ DKയുടെ ഫേവറേറ്റ് സ്പോട്ട്? കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സമയം കിട്ടുമ്പോ എല്ലാം കന്യാകുമാരി പോവാറുണ്ട്. കന്യാകുമാരി ബീച്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്കിവിടെ കോവളമുണ്ട്, സോമതീരമുണ്ട്.
അങ്ങനെയല്ല, അവിടെ ഒരു പ്രത്യേക വൈബാണ്, അപ്പൊ അവിടെ പോവാറുണ്ട്. ഓക്കെ. ഇനി ഞാൻ ചോദിക്കണത് 2 ഓപ്ഷൻ തരും. ഇതിൽ DKയുടെ ഫേവറേറ്റ് ഏതാന്ന് പറയണം. ബിയർ ഓർ ലിക്കർ? ലിക്കർ ആയിരിക്കും. ഏതാ ഫേവറേറ്റ് ഐറ്റം? ജവാൻ എന്നൊന്നും പറയല്ലേ. അങ്ങനൊന്നുമില്ല, ഞാന് വൈറ്റ് മാത്രമേ അടിക്കാറുള്ളൂ. വൈറ്റ് പ്രത്യേകിച്ച് ബെക്കാർഡി. favorite- ആ ഞാനും വൈറ്റ് കഴിക്കാറുണ്ട്. അപ്പോ ഇനി DK കഴിക്കാൻ വിളിക്കുമ്പോ എന്നെ വിളിക്കണം, ഞാനും കഴിക്കും. ഷെയർ ഇട്ട് അടിക്കുന്നതായിരിക്കും. ബോയ് ഓർ ഗേൾ? ബോയ്. അല്ല, കുഞ്ഞുണ്ടാവണത് ബോയ് ഓർ ഗേൾ എന്നല്ല ഞാൻ ചോദിച്ചേ. ഇപ്പൊ ആണുങ്ങളോടാണോ DKക്ക് താല്പര്യം, പെൺകുട്ടികളോടാണോ DKക്ക് താല്പര്യം? ബോയ്. ബോയ്. ഇത് കാണുന്ന പല പെൺകുട്ടികളുടെയും ഹൃദയം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അല്ലെന്നല്ല, ആ. ചിലപ്പോ എന്റെ മൂഡ് അനുസരിച്ചൊക്കെ ഇരിക്കും. ഇനി ഇതൊരു ക്ലീശേ ചോദ്യമാണ്. ഈ ചോദ്യം ചോദിക്കണതിന്റെ പേരിൽ എനിക്ക് ട്രോൾ വരാൻ സാധ്യതയുണ്ട്. ഇത് ഫ്രഷ് ചോദ്യമാണ്, ആരും കാണാത്ത. മോഹൻലാൽ ഓർ മമ്മൂട്ടി? ലാലേട്ടൻ. ലാലേട്ടൻ. പരമനി. ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാലിന്റെ ഫേവറേറ്റ് സിനിമ ഏതാണ്? മോഹൻലാലിന്റെ ഫേവറേറ്റ് സിനിമയല്ല, മോഹൻലാൽ അഭിനയിച്ചതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള DKയുടെ സിനിമ ഏതാണ്? നരൻ. ഭാഗ്യം. ഞാൻ വല്ല രാജമാണിക്യം എന്ന് പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇല്ല, എപ്പോ ഞാനത് TV വന്നാലും കാണാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് സിനിമ. എന്നാ പിന്നെ നരനില് ഇങ്ങനെ വെള്ളത്തിൽ ചാടുമ്പോ ഒരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഓഹോ, എന്നായിരിക്കാം. ഓഹോ ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ. ഓ നരൻ, ഞാനൊരു നരൻ. നരനില്ല ഒരു ഓഹോ നരൻ. വിനീത് ശ്രീനിവാസൻ കഷ്ടപ്പെട്ട് പാടിയ ഒരു ഓഹോ നമുക്ക് വേണ്ടി ഒരു പ്രാവശ്യം. ഇല്ല. അല്ല, ഒരു പ്രാവശ്യം. അടുത്ത ചോദ്യം, മിയ ഖലീഫ ഓർ സണ്ണി ലിയോണി? രണ്ടുപേരെ ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ ഇഷ്ടം ഇനി ഇവർ രണ്ടുപേരല്ല, വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? മിയ ഖലീഫ തന്നെയാണ് ഇഷ്ടം. നമ്മളിപ്പോ മലയാളത്തിൽ, ഇപ്പൊ കേരളത്തില് മലയാള സിനിമയ്ക്കേക്കാളും കൂടുതൽ സ്വീകാര്യത കൂടുതൽ തമിഴ് സിനിമയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് ചോദിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. വിജയ് ഓർ സൂര്യ? ധനുഷ്. ധനുഷിനെ ഇഷ്ടപ്പെടാനുള്ള, ധനുഷ് നല്ല നടനാണ്, ഞാനത് മോശമായിട്ട് ചോദിക്കുന്നില്ല. ധനുഷിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം പൊതുവെ എല്ലാരും ഇപ്പോ വിജയ് ഓർ സൂര്യ, വിക്രം എന്നൊക്കെ പറയും. ധനുഷിന് അങ്ങനെ മലയാളികൾ അങ്ങനെ പറയാൻ സാധ്യതയില്ല. പക്ഷെ എനിക്കൊക്കെ ഇഷ്ടമാണ്. എനിക്കും ധനുഷിന്റെ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ധനുഷിന്റെ അഭിനയിച്ച ഫേവറേറ്റ് സിനിമ? തങ്കമകൻ ഇഷ്ടമാണ്, 3 ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. എന്നാ അടുത്തൊന്ന് ചോദിക്കാം, ഈറ്റ് ഓർ സ്ലീപ്പ്? സ്ലീപ്പ്. അപ്പൊ ഫ്രീ ടൈം കിട്ടുമ്പോ ഉറങ്ങാറാണ് പതിവ്. അടുത്തത് നല്ല റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ബിരിയാണി ഓർ ചോർ? ബിരിയാണി. ബിരിയാണിയിൽ ഏറ്റവും ഫേവറേറ്റ്? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. എനിക്ക് ദം ബിരിയാണി, അതും ചിക്കൻ ദം ബിരിയാണി. ഇപ്പൊ മലയാളത്തില് കുറെ OTT പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പൊ പണ്ട് ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഉള്ളു എന്നൊക്കെ പറഞ്ഞ ഓരോ വെബ് സീരീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ മലയാളത്തിലും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്, ഓരോ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ ഈ മോഡലിംഗ് ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ചാണ് പൊതുവെ ഇങ്ങനെ. ഇപ്പൊ DK ഒരു മോഡലല്ലേ, അപ്പൊ മോഡല് എക്സ്പോസ് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഇതുപോലത്തെ വെബ് സീരീസിലൊക്കെ വിളിക്കാറുണ്ടോ? ഒരുപാട് കോൾസ് വന്നിട്ടുണ്ട്, ഒരുപാട്. പക്ഷെ എനിക്കത് കംഫർട്ടാണ്, നല്ല കഥയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ എന്ന് നിന്റെ മൊയ്തീനിലെ കാഞ്ചന ചെയ്ത റോളാണോ? അല്ല, ഇതിലെ സൗണ്ടൊക്കെ അങ്ങനെയൊക്കെ അല്ലേ? അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടില്ല. സൗണ്ട് കേൾക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ, തെറ്റല്ലല്ലോ. ഇല്ല. അപ്പൊ നല്ല കഥയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ വെബ് സീരീസിലും പോകും. നല്ലതാണെങ്കിൽ പോകും. നമുക്ക് എന്താണോ ഇഷ്ടം അതിനങ്ങ് ചെയ്യും. DKയുടെ ഒരുപാട് ഫോട്ടോസ്, അതിൽ ഞാനുമായിട്ടുള്ള ഒരു കൊളാബ് ഫോട്ടോസും ഉണ്ട്. നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്തൊരു ഫോട്ടോ. അപ്പൊ ഈ ഫോട്ടോസിന്റെ ഇടയിൽ ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കുറച്ച് നാൾ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഹോളിയുടെ ഒരു ഫോട്ടോഷൂട്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിന് പൊതുവെ ഈ ഫോളോവേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്ന പ്രതികരണം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷൂട്ടായിരുന്നു ഹോളിയുടെ. ഞാൻ ഈ വീഡിയോയിൽ ഈ ഫോട്ടോസ് വെക്കണതിൽ കുഴപ്പമുണ്ടോ? ഇല്ല, വെച്ചോ. ഇപ്പോ ബിക്കിനി ഷൂട്ട് ചെയ്തായിരുന്നോ? മേക്കപ്പ് ഒക്കെ ചിലപ്പോ ഷൂട്ടിന് അവര് തന്നെ മേക്കപ്പ് സെറ്റ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് സെറ്റ്. ഇപ്പൊ മേക്കപ്പ് ചെയ്യുമ്പോ ഇപ്പൊ ബിക്കിനി ഷൂട്ടൊക്കെ ആണെങ്കിൽ ബോഡിയിലൊക്കെ മേക്കപ്പ് ചെയ്യണ്ടേ? ബോഡിയിലൊക്കെ മേക്കപ്പ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ആരാണ് ചെയ്യണത്? ചിലപ്പോ അവര് തന്നെ സെറ്റ് ചെയ്യുന്ന ആളായിരിക്കും, ചിലപ്പോ ലേഡീസ് ആയിരിക്കാം, ജെന്റ്സ് ആയിരിക്കാം.
ജെൻസ് ചെയ്യാറുണ്ട്. ഇപ്പൊ തരംഗമായിട്ടൊരു വീഡിയോ ഉണ്ട്, കണ്ടായിരുന്നോ? ഏട്ടായി. അത് നമ്മളുടെ ഓഡിയൻസിന് വേണ്ടി ഒരൊറ്റ പ്രാവശ്യം ആ ഒരു സൈനം ഒന്ന് പറയൂ. ഏട്ടായി കോഫി. ഏട്ടായി വന്നോ? ആ സാധനം ഏട്ടായി വാവച്ചിക്ക് വയറുവേദനയായിരുന്നു. ആ ഏട്ടായി വന്നോ. നിങ്ങളെ കളിയാക്കിയതല്ല അത്. ഇപ്പൊ എല്ലാവരും ട്രെൻഡിങ്ങിലുള്ളതുകൊണ്ട് പറഞ്ഞാണ്, അല്ലാതെ കളിയാക്കിയതായിട്ട് തോന്നരുതേ. കാരണം ഈ പറഞ്ഞ അവര് എനിക്ക് അറിയുന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പൊ ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ വൈറലായി ഇപ്പോട്ട് വരുന്നുണ്ട്, കുത്തിപ്പൊക്കി. അപ്പൊ അങ്ങനെ ഡിക്ക് ആദ്യമായിട്ട് ചെയ്ത റീൽസ് ഓർമ്മയുണ്ടോ? നാളൊരു കാലത്ത് അത് ഇങ്ങനെ വൈറൽ ട്രെൻഡിങ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യത ഉണ്ടോ? ഉണ്ടാവുമായിരിക്കും. ആ, സ്വന്തമായിട്ടാണോ ഫോട്ടോ എടുത്തത്, ഇല്ല ക്യാമറമാനെ വെച്ചാണോ എടുത്തത് ആദ്യം? സ്വന്തമായിട്ട് ഞാൻ എന്റെ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ മോഡൽ ഫീൽഡിൽ ഇപ്പൊ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞ ദൈവമേ, മോഡലിനെ കൊണ്ട് തോറ്റ്. ഈ ഒരു ഫീൽഡിൽ ഒരുപാട് മോഡൽസ് ഇപ്പോ ഈ കൊറോണ ടൈമിന് ശേഷം ഇച്ചിരി നാലുപേര് അറിയുന്ന രീതിക്ക് വളർന്നിട്ടുണ്ട്. ആ മോഡൽസില് DK മോഡലായിട്ട് കാണുന്ന ഒരു മോഡല്, അതേത് മോഡലാണ്? ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാൻ. അത് നല്ലതാണ്. നമ്മളെ തന്നെ ഒരു ആരെയും കണ്ട് പഠിക്കാൻ നിൽക്കരുത്. നമുക്ക് എന്ത് തോന്നുന്നു അതുപോലെ നമ്മൾ ചെയ്യും. ഇപ്പൊ DK കണ്ട് വേറെ മോഡൽസ് ചെയ്യാറുണ്ടോ? അറിയത്തില്ല. ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് ചെയ്താ അക്സെപ്റ്റ് ചെയ്യൂ? എന്താ? നമ്മുടെ ഫാൻസിന് വേണ്ടിയിട്ട് DKയുടെ കുറച്ച് ഫോട്ടോയുടെ എക്സ്പോസ് സ്റ്റിൽസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട്. അപ്പൊ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എന്റെ ആദ്യത്തെ ഇന്റർവ്യൂടെ ആണ്. അപ്പോ നന്ദി. എനിക്ക് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ എന്റെ ആദ്യത്തേതായിട്ട് ഞാൻ പറയാം, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. DK എന്തായാലും വന്ന് നമ്മളോട് ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ അടുത്തൊരു ഇന്റർവ്യൂവിൽ കാണുന്നവരെ ബൈ. കട്ട് ചെയ്താ